ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു എനിക്ക് B1 B2 വിസ US കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിസയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് B1 B2 വിസയെക്കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ള ടൈപ്പ് ഓഫ് വർക്ക് വിസയെക്കുറിച്ചും H1B യെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ B1 B2 വിസ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടൂറിസം കം ബിസിനസ് വിസയാണ്. ഒരു വിസിറ്റർ വിസ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൽ വരുന്ന രണ്ട് സബ് ക്ലാസ്സുകളാണ് ഈ B1 ആൻഡ് B2. B1 ഫോർ ബിസിനസ് ആൻഡ് B2 ഫോർ ടൂറിസം. ഈ രണ്ട് വിസയും ചേർത്താണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിസ ഇഷ്യൂ ചെയ്യുന്നത്. സോ B1 ഫോർ ബിസിനസ്, B2 ഫോർ ടൂറിസം. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബിസിനസ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും അവിടെ പോയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനും വേറെ പ്രസൻറ്റേഷൻസ് നടത്താനും ഒക്കെയാണ് B1 വിസ കൊണ്ട് സാധിക്കുക. നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകാൻ, അങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് സാധ്യതകളെക്കുറിച്ച് അനലൈസ് ചെയ്യുക, മാർക്കറ്റ് റിസർച്ച്, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ B1 വിസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. B1 B2 ഒറ്റ വിസയാണെങ്കിൽ B1ൻ്റെ പാർട്ടാണ് ഞാൻ പറയുന്നത്. B2 എന്ന് പറയുമ്പോൾ ടൂറിസമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മീറ്റ് ചെയ്യാൻ, വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ, അങ്ങനെ വ്ളോഗിങ്ങിന് പോകാൻ, അങ്ങനെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫണ്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിസമായിട്ട് റിലേറ്റഡ് ആക്ടിവിറ്റി, സൈറ്റ് സീയിങ്, അങ്ങനെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസിനാണ് B2. ഇത് രണ്ടും ചേർത്തുള്ള വിസയാണ് US B1 B2 വിസ. അതാണ് ഇപ്പോഴത്തെ US വിസിറ്റർ വിസ. ഇത് കൊടുക്കുന്നത് 10 വർഷത്തേക്കെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് നിങ്ങൾക്ക് 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് US എപ്പോൾ വേണേലും പോകാം, 6 മാസം വരെ അവിടെ താമസിക്കാം. ഇനി ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വിസ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇഫ് യു ഹാവ് പ്രോപ്പർ കോൺടാക്ട്സ്, US നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ, അവിടെ സെറ്റിലായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, അവർ വിചാരിച്ചാൽ ഒരു എംപ്ലോയർ വഴി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ആണ് ഈ വിസയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 6 മാസം നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്ന കാരണം വർക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എംപ്ലോയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു H1B അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചാൽ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം. സോ അവിടെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റിലേക്കോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിലേക്കോ എനിക്ക് അപ്ലൈ ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിസ എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടാൻ US വിസകളുടെ കൂട്ടത്തിൽ എല്ലാ വിസകളും, അതായത് B1 B2 ആയാലും H1B ആയാലും കിട്ടാൻ ഭയങ്കര പാടാണ്. അതിനകത്ത് B1 B2 കുറച്ചുകൂടെ പാടാന്ന് വെച്ചാൽ, അമേരിക്കയിലേക്ക് ഒരു വിസിറ്ററിനെ അവർ അലോ ചെയ്യുമ്പോഴത്തേക്ക് അവർ A to Z കാര്യങ്ങൾ പരിശോധിച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ. നമ്മളുടെ സ്കില്ല്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ ഫാമിലി, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ അനലൈസ് ചെയ്യും. സോ B1 B2 വിസ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? 2 ഭാഗമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുമ്പം ഒരു ഫോം ഫില്ലിംഗ് ആണ്. DS-160 എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. പക്ഷേ ഞാൻ ഒരിക്കലും അത് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഫോം എന്ന് പറഞ്ഞാൽ ഒരു 5-6 പേജുകളുള്ള ഒരു വലിയൊരു ഫോമാണ്, ഓൺലൈൻ ഫോമാണ്. അതിൽ ഏകദേശം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളിത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, നമുക്കറിയാൻ പാടില്ലാത്ത കുറേ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അപ്പം ഈ വിഷയത്തിൽ അഗ്രഗണ്യനായിട്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വെച്ചിട്ട് ആ ഫോം ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ഫോം ഫില്ലിങ് നിങ്ങളുടെ വിസ ഇൻ്റർവ്യൂ സക്സസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ ഫോമിലുള്ള നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായ ഒരു 3-4 ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും. സോ ഈ DS-160 ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. സോ US വിസ സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. നമ്മൾ DS-160 ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ നമ്പർ വരും. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ US വിസ സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നമുക്ക് പറ്റിയ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. ഭയങ്കര പാടാണ് ബുക്ക് ചെയ്യാനായിട്ട്. പുറത്തൊക്കെ ചാർജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എയർലിയർ സ്ലോട്ട്, നേരത്തെ ഉള്ള സ്ലോട്ടിന് വേണ്ടിയിട്ട് 30,000-40,000 ഒക്കെയാണ് സ്ലോട്ടിന് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർലി ആയിട്ടുള്ള സ്ലോട്ട് വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം. എൻ്റെ ടെലിഗ്രാം ലിങ്ക് കൊണ്ട് വെറുതെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും അടുത്തുള്ള സ്ലോട്ട് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ബുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ 2025 സ്ലോട്ടായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് 1-2 മാസത്തിനുള്ളിൽ സ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. പുറത്ത് മേടിക്കുന്ന 50,000 വരെ മേടിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ 5-1 പോലും ഞാൻ മേടിക്കില്ല. ഏറ്റവും കുറഞ്ഞ ചാർജിൽ നിങ്ങൾക്ക് സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്ത് തരാം എന്ന് ഉറപ്പ് പറയുന്നു. അപ്പോൾ ഈ US വിസ സ്കെഡ്യൂളിംഗ് സൈറ്റിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മളുടെ DS-160 കൺഫർമേഷൻ നമ്പർ കൊടുക്കുന്നു, നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നു. 2 അപ്പോയിൻമെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്.
ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ VAC എന്ന് പറഞ്ഞ അപ്പോയിൻമെൻ്റ് ആണ്. രണ്ടാമത്തതാണ് എംബസി കോൺസുലാർ ഇൻ്റർവ്യൂ എന്ന് പറയും. നമ്മൾ കോൺസുലേറ്റിൽ പോയിട്ട് ഡയറക്റ്റ് ഒഫീഷ്യലുമായിട്ട് US കോൺസുലേറ്റ് ഒഫീഷ്യലുമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് രണ്ടാമത്തെ ദിവസം. ഈ 2 ദിവസങ്ങളും അടുത്തടുത്തായിരിക്കും മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടുന്നത്. മൾട്ടിപ്പിൾ ആൾക്കാർ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. പക്ഷേ സിംഗിളായിട്ട് ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ സാധാരണ ഇത് രണ്ടും ഒരേ സമയത്താണ് അടുത്തടുത്ത ദിവസം. ഇപ്പം എനിക്ക് 14, 13, 14 ആയിരുന്നു. 14ഉം 15ഉം ആയിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ അടുത്തടുത്തുള്ള ഡേറ്റ് ആയിരിക്കും. ആദ്യത്തെ ഡേറ്റിൽ നിങ്ങൾ പോകുന്നു, നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോകുന്നു. അവിടെ പോയിട്ട് നിങ്ങളുടെ ബയോമെട്രിക്സ്, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ്സ് കൊടുക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ അവരവിടെ തന്നെ എടുക്കുന്നു. ഒരു ഫോട്ടോയും നിങ്ങൾ എങ്ങോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ VACയിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അവിടെ അവർ തന്നെ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നതാണ് നമ്മളുടെ കോൺസുലർ ഇൻ്റർവ്യൂ. US കോൺസുലേറ്റിലേക്ക് നിങ്ങൾ പോകുന്നു. US കോൺസുലേറ്റിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ കോൺസുലർ ലെവൽ ഓഫ് ഇൻ്റർവ്യൂ നടക്കുന്നു. ആ ഇൻ്റർവ്യൂ നടന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പാസ്പോർട്ട് മേടിച്ചിട്ട് അത് തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനങ്ങളോട് പറയും യുവർ വിസ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു തടസ്സവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിൽ 4-5 ദിവസത്തിനുള്ളിൽ പ്രീമിയം കൊറിയറാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളക്ഷനാണ് എവിടെയെങ്കിലും കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എപ്പോഴും പ്രീമിയം കൊറിയർ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ വീട്ട് അഡ്രസ്സിൽ ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 850 രൂപ കൊറിയർ ചാർജസ് അടയ്ക്കേണ്ടി വരും. സോ ഇതാണ് നമ്മളുടെ US B1 B2 വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ DS-160 ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് ആൽബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഹീ ഈസ് ഇൻ US. പുള്ളിക്കാരി മിനസോട്ടയിലാണ്. അപ്പം പുള്ളി ഓൾറെഡി അവിടെ വർക്ക് പെർമിറ്റ് കിട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ DS-160 എൻ്റെ DS-160 പോലും ഫില്ല് ചെയ്ത് ആൽബിനാണ്. So I highly recommend Albin because he is very accurate and he would also help you with interview questions, mock calls and all. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിൽ നിങ്ങളെ വിളിച്ചിട്ട് മോക്ക് കോളുകളും കാര്യങ്ങളൊക്കെ പുള്ളി തരും. നിങ്ങളെ ഒരു പ്രാക്ടീസ് കോളൊക്കെ അറേഞ്ച് ചെയ്ത് ഇൻ്റർവ്യൂ പോലെ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കുന്ന കാര്യത്തിലും പുള്ളി സൂപ്പറാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് വിസ കിട്ടി നിങ്ങൾ അവിടെ ചെന്നാലും വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിലും കൺവേർഷൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ലീഗൽ മാറ്റേഴ്സിലും ഒക്കെ പുള്ളി നിങ്ങൾക്ക് സഹായത്തിനുണ്ടാകും. ഓഫ് കോഴ്സ് യു നീഡ് ടു ക്യാരി സം ക്യാഷ്. നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ ചുമ്മാ ഒന്ന് കൈവീശി പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് പോകുമ്പോൾ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ കരുതണം. കാരണം ഈ വർക്ക് പെർമിറ്റ് കൺവേർഷൻ്റെ കാര്യത്തിനും അവിടുത്തെ സ്റ്റേയുടെ കാര്യത്തിനും കുറച്ച് പൈസ വേണം. പിന്നെ ടിക്കറ്റിൻ്റെ പൈസ വേണം. പക്ഷേ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ പുള്ളിക്കാരൻ നോക്കിക്കോളും. ഓക്കെ. അപ്പം ഈ വിസയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തേക്കാണ്. ഇപ്പോൾ എനിക്ക് 2024 അപ്രൂവായ വിസ എനിക്ക് 2034 വരെ ഉണ്ട്. അതിനുള്ളിൽ എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പുതുതായിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന പാസ്പോർട്ടിൽ കൂടെ എനിക്കത് ഈ മിച്ചമുള്ള പീരീഡ് പ്രിൻറ്റ് ചെയ്തെടുക്കാം. പ്രിൻറ്റ് ചെയ്യാൻ അയക്കാം. സോ B1 B2 വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചുമ്മാ പുച്ഛിച്ച് തള്ളുന്ന ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റർ വിസ എന്ന് പറയുന്ന പോലെ അല്ല, മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ അല്ല. അമേരിക്കയിലെ ഏത് കമ്പനിക്കും വേണ്ടിയും എവിടെയും വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ വിസയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു അമേരിക്കൻ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു യുവാവോ അല്ലെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ ഈ DS-160യെക്കുറിച്ചും അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും കൂടുതൽ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. ഞാൻ ആൽബിൻ്റെ നമ്പറും എൻ്റെ ടെലിഗ്രാം ലിങ്കും ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടാണ്. അപ്പോയിൻമെൻറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ടെലിഗ്രാമിൽ ബന്ധപ്പെടുക. ആൽബിൻ അപ്പോയിൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫില്ലിങ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൽബിൻ്റെ നമ്പറിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുക. ആൽബിനും എല്ലാം ചെയ്തു തരും. എന്ത് സർവീസ് വേണമെങ്കിലും ആൽബിനെ ബന്ധപ്പെടാം. എനിക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാശിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ആൽബിൻ കൃത്യമായിട്ട് മേടിക്കുന്ന കാശുള്ള പണിയെടുക്കും. അപ്പം B1 B2 വിസ എന്താണെന്ന് നിങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ ഈ എപ്പിസോഡിൻ്റെ ഒരു ലക്ഷ്യം. തുടർന്ന് നമ്മൾ എങ്ങനെയാണ് ഞാൻ B1 B2 വിസ ഇൻ്റർവ്യൂവിന് പോയത്, VACയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, കോൺസുലർ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ പാസ്സായി വിസ കയ്യിലെടുക്കാം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ 1 by 1 ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് വിത്ത് യുവർ ഇൻ്റർവ്യൂ. ഹാവ് ഫൺ ഗൈസ്. ടേക്ക് കെയർ. ബൈ.